നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ കേട്ടുവരുന്ന ഒരു പദമാണ് നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നതെന്ന്. തികച്ചും തെറ്റായൊരു പദമാണത്. നിലമ്പൂരിൽ ഒരിക്കലും ചതുഷ്കോണ മത്സരം നടക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ അൻവറിന് പരമാവധി നേടാൻ കഴിയുക 10% താഴെ വോട്ട് മാത്രമായിരിക്കും. ബി ജെ പിക്കാകട്ടെ 8% താഴെ വോട്ടുകൾ മാത്രമേ നേടാൻ പറ്റുള്ളൂ. SDP-യും അതുപോലെ മറ്റു സ്വതന്ത്രരും നോട്ടയും എല്ലാം കൂടെ ചേർന്ന് 6% താഴെ വോട്ടുകളാണ് അവിടെ നേടാൻ പറ്റുക. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 24% വോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ചതുഷ്കോണ മത്സരമല്ല നടക്കുന്നത്. നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ മത്സരമാണ്. LDF UDF തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുക. കണക്കുകളിലേക്ക് ചെല്ലാം. ഇത് 24% താഴെ വോട്ടുകൾ മറ്റെല്ലാവരും കൂടി ചേർന്ന് നേടുമ്പോൾ ബാക്കി വരുന്ന ഏതാണ്ട് 76% വോട്ടിലാണ് മത്സരം നടക്കുന്നത്. 2,32,500 വോട്ടേഴ്സാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അതിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 75% വരെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം. 75% വരെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടാൽ 1,74,000 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുക. ഈ 1,74,000 വോട്ടിൽ LDF 40% വരെ വോട്ട് നേടുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷമുണ്ട്. അതിന് UDF ആകട്ടെ 36% വരെ വോട്ടുകൾ നേടാം. ഇതിന് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഘടകങ്ങളാണ്. പ്രധാനമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി മുസ്ലിം വോട്ടുകളിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഒന്ന്, ആര്യാടൻ മുസ്ലിങ്ങൾക്കെതിരായി മുമ്പ് നടത്തിയ പ്രസ്താവനകൾ ആര്യാടനെതിരാവും. അതുപോലെ തന്നെ അൻവറിനെ കൂടെ കൂട്ടാതെ UDF-ൽ VD സതീശൻ ഒരു ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നത് മുസ്ലിം ലീഗിലുണ്ടാവുന്ന മുറുമുറുപ്പ് മുസ്ലിം ലീഗിൽ ആവേശം കൊടുക്കുകയും അതിൽ 1% വരെ വോട്ട് ഇടിയാനുള്ളൊരു സാധ്യതയുമുണ്ട്. M സ്വരാജിനെ പോലെ പ്രഗത്ഭനായ സാരഥി LDF-ന് കണ്ടെത്താൻ കഴിഞ്ഞത് LDF-ൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ മാറ്റം വരുത്തും. അതുപോലെ നിഷ്പക്ഷരായ വോട്ടേഴ്സ് LDF-ലേക്ക് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ കുറച്ച് നോക്കുമ്പോൾ LDF ഒരു 40% വരെ വോട്ട് നേടുകയും UDF 36% വരെ വോട്ട് നേടുകയുമാണ് ചെയ്യുക. അതായത് LDF 7,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF വ്യക്തമായ ലീഡോടുകൂടി നിലമ്പൂർ ജയിക്കും.